ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ തേക്കുന്ന കാച്ചി എണ്ണയൊക്കെ തീർന്നിരിക്കുവാണ്. അപ്പം ഞാൻ ഓർത്ത് അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാച്ചുന്ന രീതി കാണിക്കാമെന്ന് വിചാരിച്ച്. പലരും പല രീതിയിലല്ലേ കാച്ചുന്നത്. പക്ഷേ ഞങ്ങൾ കുഞ്ഞിന് വരെ തേച്ച് കൊടുക്കും കേട്ടോ. ഞങ്ങൾ 4 പേരും ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉപയോഗിക്കുന്നത്. അവരൊക്കെ സാധാ വെളിച്ചെണ്ണ മാത്രമായിരുന്നു തേക്കുന്നത്. പക്ഷേ ഈ താരൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ കാച്ചി എണ്ണ തേച്ചപ്പോൾ ഇവർക്ക് എല്ലാവർക്കും, ഈ കുഞ്ഞിന് വരെ താരൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ തേച്ചപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് അതൊന്ന് കാച്ചുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചേ. വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് നാട്ടിലെ പോലെ കാച്ചാൻ എന്താ പറയുന്നത്, എല്ലാ സാധനങ്ങളൊന്നും കിട്ടാറില്ല. എന്നാലും എവിടുന്നേലുമൊക്കെ തപ്പിയെടുത്ത് കുറേശ്ശെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ഞാൻ, കാരണം നമ്മൾ കുറച്ച് നാളത്തേക്ക് 1 ലിറ്ററോ അല്ലെങ്കിൽ ഒരു 1/2 ലിറ്ററൊക്കെ നമ്മൾ കാച്ചി വെക്കുമ്പോൾ കുറേ നാൾ നിൽക്കുമല്ലോ. അപ്പം പിന്നെ നമ്മൾ വല്ലപ്പോഴും അല്ല ഡെയിലി നമുക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് എവിടുന്നേലുമൊക്കെ പോയി ഓരോരുത്തരത്തുനിന്ന് ഓരോ സാധനങ്ങളായിട്ട് അതിനകത്ത് ചേർക്കാനുള്ളത് പറിച്ചെടുത്തുകൊണ്ടൊക്കെ വരും. നമുക്കിങ്ങനെ നട്ട് വളർത്താനൊന്നുള്ളൊരു സാഹചര്യമല്ലല്ലോ. പിന്നെ ആകെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർവാഴ മാത്രമേ ഉള്ളൂ. ഞാനത് ഇങ്ങനെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ തുളസി അത് ഇത് സംഭവമൊക്കെ വെക്കുന്നതെല്ലാം വാടിപ്പോവും. ഭയങ്കര ഓവർ വെയിൽ സമയമായി കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. നമുക്കല്ലാതെ ആ വെയിലത്ത് നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാനൊന്നും ഒരു സാഹചര്യമില്ല. പിന്നെ അതുമല്ല നമ്മളങ്ങനെ ആ സാഹചര്യം ആക്കിയെടുക്കാനും നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. കാരണം എപ്പം മാറണം, എപ്പം വാടക വീടായതുകൊണ്ട് എപ്പം മാറണം, എങ്ങനെയാണ് നമുക്കൊന്നും. എനിക്ക് ചെടികളൊക്കെ മേടിച്ച് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഓരോരുത്തർക്ക് മുല്ലയൊക്കെ നിൽക്കുമ്പോൾ അതിലൊക്കെ ഓരോ പൂവൊക്കെ മേടിച്ച് നിൽക്കുമ്പോൾ, മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനും പ്രാണനും ഒക്കെയാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ എപ്പോഴും പറയും, നമുക്ക് ഒരു മുല്ല മേടിച്ച് വെച്ചാലോ, അല്ലെങ്കിൽ നമുക്കൊരു ചെടി മേടിച്ച് വെച്ചാലോ. ഞാൻ പറയാം, ശരിയാണ്, നമ്മൾ നട്ട് വളർത്തി അതൊരു നല്ലൊരു പരുവമൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ മാറേണ്ട ഒരവസ്ഥ വന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ നമുക്കിതൊന്നും വെക്കാൻ ഒട്ടുമേ സാഹചര്യമില്ലെങ്കിൽ നമ്മളിതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരവസ്ഥയാണ് വരത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ നട്ട് വളർത്താൻ, അല്ലാതെ വളരാത്ത സ്ഥലമൊന്നുമല്ല. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചാൽ നമ്മൾ നല്ലപോലെ അതിനെ കെയർ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരും. കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എണ്ണ കാച്ചത് മാത്രമല്ല, വേറൊരു പരീക്ഷണവും കൂടെ ഉണ്ട് ഇന്ന് ഞാൻ. അപ്പോൾ കാണിച്ചു തരാം, പായോ. അപ്പം ഞാൻ എണ്ണ കാച്ചാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതൊക്കെ. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം, എന്തൊക്കെയാണെന്ന് പറയാവേ. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ചെടുത്തിട്ടുണ്ട്. തുളസിയില, പിന്നെ ചെമ്പരത്തിപ്പൂ അധികം കിട്ടിയിട്ടില്ല കേട്ടോ. 2-3 ചെമ്പരത്തിപ്പൂവേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കങ്ങനെ സംഭവങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനോട് 2-3 ഇലയും കൂടെ ഞാൻ ഇങ്ങെടുത്തു. ഞാൻ അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഞാൻ കളയും കേട്ടോ. എന്താ പറയുന്നത്, മുട്ടോ എന്തോ സംഭവം, ഇതൊക്കെ ഞാൻ കളയും. എന്നിട്ട് ബാക്കി എടുക്കുകയുള്ളൂ. ഇത് പിന്നെ നമ്മുടെ കീഴാനെല്ലിയില്ലേ, അത് ഇഷ്ടം പോലുണ്ട് ഇവിടെയൊക്കെ, എവിടെ നോക്കിയാലും ഉണ്ട്. പിന്നെ നമ്മുടെ പനിക്കൂർക്ക, അതായത് ചിലയിടത്ത് ഞവരയില എന്നൊക്കെ പറയുന്ന സംഭവം, അതുകൊണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു സബോള എടുത്തിട്ടുണ്ട്. സബോള, പിന്നെ നമ്മുടെ കറ്റാർവാഴ, പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ടി വരത്തില്ല, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ തലേന്ന്, അതായത് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്തതാണ്. ഇത്രയും ഉലുവയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ കുറച്ച് അധികമായിട്ട് ഇട്ടതാണ്. ഹെയർ പാക്കായിട്ട് കുറച്ച് എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തതായത്. അപ്പോൾ ബാക്കി ഇത്രയും വേണ്ട. പിന്നെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കരിഞ്ജീരകം. അപ്പം ഇത്രയും സംഭവമാണ്. അപ്പം മൈലാഞ്ചിയും കയ്യൂന്നിയൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം മൈലാഞ്ചിയൊക്കെ കിട്ടും, കുറച്ച് നമ്മളങ്ങോട്ട് പോയാൽ കിട്ടും, കിട്ടും. പക്ഷേ കയ്യൂന്നിയൊന്നും കിട്ടിയില്ല. കയ്യൂന്നിയൊന്നും ഇവിടെയൊക്കെ എവിടെ പോയി തപ്പണമെന്ന് എനിക്കറിയത്തില്ല. നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് എണ്ണ കാച്ചാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. വെള്ളമൊന്നും തൊടേണ്ട കാര്യമില്ല, അരച്ചെടുത്തുകൊണ്ട് വരാം എല്ലാം കൂടെ. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരച്ചെടുക്കുക. നമുക്ക്
കറ്റാർവാഴ ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. കുരുമുളക് നമുക്ക് ലാസ്റ്റ് എണ്ണ പകുതി ഇതാവുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇപ്പം ഇതിൻ്റെ കൂടെ അരയ്ക്കണ്ട. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഉലുവ ഒരു 2-2.5 സ്പൂണ്, ഒരു 2.5-3 സ്പൂൺ അടുപ്പിച്ചിട്ട് കൊടുക്കാതെ നമുക്ക്. കരിഞ്ജീരകവും മുളകും നമ്മൾ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. അങ്ങനെ സംഭവം ഞാൻ അരച്ചെടുത്ത് വന്നേ. ഞാൻ ആദ്യം വലിയ ജാറിലായിട്ട്, പക്ഷേ അതിൽ അരയുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചെറിയ ജാറിലോട്ട് മാറ്റി. അപ്പോൾ അത്രയ്ക്കങ്ങ് കുഴമ്പ് പോലെ അങ്ങ് അരയണമെന്നൊന്നുമില്ല. ഞാൻ ഇതുപോലെ ചില സമയത്ത് ഞാൻ ഈ ചതച്ചിടും. ചതച്ചിടുന്ന കല്ലയിലൊക്കെ വെച്ച് ചതയ്ക്കുന്ന പോലെ ചതച്ച് ഇട്ട് എങ്ങനെയാണെങ്കിലും ഇതെല്ലാം വെന്തിറങ്ങുമല്ലോ. അപ്പം ഇത് കുറച്ചുകൂടെ എളുപ്പം ഈസി ആയിട്ട് അതുകൊണ്ട് അരച്ചെടുത്തു തന്നേ ഉള്ളൂ. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. കാച്ചുന്ന കാണിക്കാവേ. ഞാൻ ഈ ബോട്ടിൽ എണ്ണയാണ് കാച്ചാനായിട്ട് എടുത്തേക്കുന്നത്. പക്ഷേ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമുക്കിവിടെ കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പം ഞാൻ ഈ ബോട്ടിൽ എണ്ണയാണ്. ഇത് 1/2 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ കുറച്ച് ഇതേപോലത്തെ തന്നെ ഒരു ബോട്ടിലിനകത്തൊരു 1/4 ലിറ്ററോളം തീർന്ന് കുറച്ചും കൂടെ, അതായത് 1 ലിറ്റർ തികച്ച് ഞാൻ എടുക്കാനായിട്ടില്ല. 1/2 ലിറ്ററും പിന്നെ ആയിരിക്കുന്ന കുറച്ച് ബാക്കിയും കൂടെ. കാരണം ഇത് എണ്ണയായി വരുമ്പോഴത്തേക്ക് എന്നാലേ നമുക്കൊരു 1/2 ലിറ്റർ തികച്ച് കിട്ടുമെന്ന് അറിയില്ല നമുക്ക് കാച്ചി വന്ന് കഴിയുമ്പോഴേ. അപ്പം ഇതാണ് എണ്ണ. അപ്പോൾ ഇരുമ്പ് ചട്ടിയാണ് ഞാൻ എണ്ണ കാച്ചാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാവേ. ചട്ടി ഓവറായിട്ട് ചൂടായി. ഞാൻ സംസാരിച്ചതുകൊണ്ട് നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാവേ ഇപ്പം. പിന്നെ ബാക്കി നമുക്ക് ആ സംഭവം എന്താ പറയുക അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിനി നമുക്ക് ഈ സംഭവം എല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. ഇതുപോലായി കണ്ടോ, തിളയ്ക്കുന്ന കണ്ടോ കിടന്ന്. ഇനി നമുക്ക് ബാക്കി ഉള്ള എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാവേ. ഒരു 3/4 മണിക്കൂർ എടുക്കും ഇത് റെഡിയായി വരാനായിട്ട് എണ്ണ കേട്ടോ. 3/4 മണിക്കൂറോളം എടുക്കും. അങ്ങനെ ഞാൻ എല്ലാ എണ്ണയും ഒഴിച്ചു കൊടുത്തേ. ഇത്ര എണ്ണയാണ്. ഇനിയിപ്പോൾ എണ്ണയായി വരുമ്പം എന്തോരം ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. എണ്ണ കാച്ചുന്നവർക്കോ അല്ലാത്തവർക്കോ ഒക്കെ അറിയാമല്ലോ. എണ്ണ കാച്ചുന്നവർക്ക് അറിയാം ഇത്രയൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് ഒന്ന് കാച്ചിയെടുക്കാവേ. കാച്ചിയെടുത്തിട്ട് കാണിക്കാം. പിന്നെ ഞാൻ കുരുമുളകും ഒന്നും ഇട്ടിട്ടില്ല, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത്രയും കുരുമുളകുണ്ട്, അതിട്ട് കൊടുത്തു. അടുത്തത് കരിഞ്ജീരകമാണ്. അതിൻ്റെ അളവൊന്നും എന്താ പറയുന്ന ഒരു 2-3 സ്പൂൺ അടുപ്പിച്ച് കാണുമേ. ഞാൻ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നമുക്കിത് കാച്ചിയെടുത്തതിന് ശേഷം കാണിക്കാവേ ഞാൻ. അല്ലെ 3/4 മണിക്കൂർ നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിപാടി ഇവിടെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, കണ്ടാൽ നമ്മൾ അറയ്ക്കുന്ന തരത്തിലുള്ള ഇത് എത്ര നമ്മൾ കഴിയുമെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ഇടുക്കിലൊന്നും നമ്മൾ കഴിയാൻ ക്ലീൻ ആവത്തില്ല. എൻ്റെ മിക്സിയിലെ ജാറ് രണ്ടും അതേ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പം ഇതൊന്ന് കളയാൻ പറ്റുമെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. എത്രമാത്രം ഇത് വർക്കാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അതിനുള്ള പണിയാണ്. വെള്ളമൊക്കെ ഞാൻ വെച്ച് ചൂടാക്കി പായും. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനാവശ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഡാപ്പൊടി വേണം, അതായത് അപ്പക്കാരം. അതിങ്ങനെ ഇട്ട് കൊടുക്കണം. ആ മിക്സിയുടെ ജാറിൻ്റെ ഇടുക്കിലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മൊത്തം നന്നായിട്ട് ഇടുക. ഇട്ട് കൊടുത്തതിന് ശേഷം
നാരങ്ങ ഇല്ലേ, നാരങ്ങ നീര് അതും കൂടെ പിഴിഞ്ഞു കൊടുക്കണേ. അതിന് ചുറ്റിനും ഇങ്ങനെ അതിൻ്റെ വിടവുകളിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല പ്രയാസം, എന്നാലും നമ്മൾ കുറച്ച് മെനക്കെട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ. കാരണം ഞാൻ എത്ര വാഷ് ചെയ്താലും വൃത്തിയാവത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം എനിക്ക് തന്നെ കണ്ടിട്ടൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പം അല്ലാതെ ഞാൻ കഴുകുമ്പോഴൊക്കെ ഈർക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ കഴുകി എടുക്കുമായിരുന്നു പതിവ്. അപ്പം ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ സോഡാപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ, അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇന്നത് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പം അതും കൂടി ഇങ്ങനെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ അതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പം അധികം തിളച്ച വെള്ളമല്ല, എന്നാൽ ചൂടുണ്ടോ എന്ന് വെച്ചാൽ ചൂട് വേണം. അധികം തിളച്ചതും ആവാൻ പാടില്ല, അങ്ങനെ ചൂട് കുറഞ്ഞൊരു വെള്ളം ആവാൻ പാടില്ല, ഒരു മീഡിയം സൈസിൽ നല്ല ചൂട് വെള്ളവും. അപ്പോൾ ഈ നാരങ്ങ നീരൊക്കെ നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാവേ. അപ്പം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ 2 ജാറാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ 2 ജാർ എടുത്ത് വെച്ചത്. ബാക്കിയുള്ളത് അത് അങ്ങനെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അതിന് വലിയ പ്രശ്നമില്ല. അപ്പം ചൂടുവെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ സോഡാപ്പൊടിയും നാരങ്ങയൊക്കെ പിഴിഞ്ഞതുകൊണ്ട് നല്ലതായിട്ട് പതഞ്ഞ് പൊങ്ങി വരുവേ. അപ്പോൾ ചൂടുവെള്ളം നന്നായിട്ട് അതിൻ്റെ ഇടുക്കിലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ പഴയ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ, വേണ്ടാത്ത പഴയ ബ്രഷ് ഒരെണ്ണം എടുക്കുക. ഒരുപാട് നമ്മൾ ബലം പിടിച്ചൊന്നും തേക്കാനൊന്നും നിൽക്കേണ്ട, ചുമ്മാ ഒന്ന് ചുറ്റിനും ഒന്ന് തേച്ച് കൊടുത്താൽ മതി, അത് ക്ലീനായി കിട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വിടവിലൊക്കെ നമ്മൾ ഒരു ഈർക്കിലെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കറക്കി കൊടുക്കണം. കാരണം ബ്രഷ് പോകാത്ത സ്ഥലങ്ങൾ അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി, സത്യം പറഞ്ഞാൽ കേട്ടോ. നന്നായിട്ട് വർക്കായി. ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഇത്രയും വൃത്തിയായിട്ട് വരുമെന്ന്. അപ്പം എല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം. കാരണം എത്ര വൃത്തി ഇല്ലാതിരിക്കുന്ന ഒരു ജാറാണെങ്കിൽ പോലും നമുക്ക് നല്ല ഈസി ആയിട്ട് വൃത്തിയായിട്ട് എടുക്കാവേ. അപ്പം ഞാൻ എൻ്റെ എണ്ണ ഇങ്ങനെ അടുപ്പിൽ വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ പണിക്കും പോയത്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ തയ്യാറായി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചട്ടി എണ്ണ കാച്ചാനും ഒക്കെ ആയിട്ട് എടുക്കത്തുള്ളേ, അല്ലാതെ ഞാൻ പാചകത്തിനൊന്നും എടുക്കാറില്ല. അപ്പം നമുക്ക് ഈ എണ്ണ ഒരു ദിവസം ഫുള്ള് നമുക്ക് ഈ ചട്ടിയിൽ വെച്ചേക്കാം. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എടുത്തതാണ്. പിറ്റേ ദിവസം ഞാൻ എടുത്ത് ഒരു നല്ലൊരു തുണി എടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാർ എടുക്കുക, ഗ്ലാസിൻ്റെ കുപ്പി, ചില്ലുകുപ്പിക്കകത്തോട്ട് നമുക്ക് ഈ തുണിക്കകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ട് എടുത്തിട്ട് ലാസ്റ്റ് വരുന്നത് അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അരിപ്പ കൊണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ടത് മൊത്തം എണ്ണ ഊറ്റിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനെല്ലാം പിഴിഞ്ഞെടുത്ത് ജാറിനകത്ത് ഒഴിച്ച് വെച്ചു. പിന്നെ നമ്മുടെ എണ്ണ കാച്ചലിൻ്റെ പരിപാടി കഴിഞ്ഞു. എണ്ണയൊക്കെ കാച്ചി തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. ചീനിച്ചട്ടിയിൽ ഒരു ദിവസം അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയല്ലേ, അപ്പോൾ അതിനകത്തൊരു ദിവസം അവിടെ വെച്ചേക്കും. എന്നിട്ട് നാളെ ഞാൻ അത് ഒഴിക്കുന്നത് ആ വീഡിയോയും കൂടെ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. എന്തായാലും മിക്സിയുടെ ജാറ് ക്ലീനിങ് അത് എനിക്ക് എന്തായാലും വർക്കായി കേട്ടോ. അതെല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയും. കാരണം അതൊന്നും നമുക്ക് അല്ലാതെ വരുന്ന സംഭവമല്ലല്ലോ. അപ്പം ഞാൻ അതിന് ചെയ്ത ഇതൊക്കെ കണ്ടല്ലോ, അപ്പം അതെനിക്ക് നന്നായിട്ട് വർക്കായി. കാരണം നമ്മൾ ഇന്ന് മിക്സിയുടെ ജാറൊക്കെ കഴുകും, പക്ഷേ നമ്മൾ ഈ അടിവശം എത്ര കഴിയാലും അതിൻ്റെ ഇടുക്കിലൊക്കെ ഇങ്ങനെ അഴുക്ക് കാണും. അപ്പോൾ കണ്ടാൽ നമുക്കൊരിത്. അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ജാറിൻ്റെ ആ ഒരു അവസ്ഥയും അവസാനം ഞാൻ കഴിയപ്പോൾ കാണിച്ച ആ അവസ്ഥയും ഒന്ന് കണ്ടില്ലേ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.